അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതുകൊണ്ട് ഒരു ജനതയുടെ വിശ്വാസം വളരണമെന്നില്ല. അത്ഭുതങ്ങൾ തൽക്കാലത്തേക്കുള്ള പിടിവള്ളികളാണ്. വിശ്വാസമില്ലാത്തൊരു ജനത വിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള അടയാളങ്ങളാണ്. അതിനപ്പുറം അത്ഭുതങ്ങൾക്ക് ക്രിസ്തീയ ജീവിതത്തിൽ യാതൊരു വിലയുമില്ല. വിശ്വാസം ആരുടെയെങ്കിലും വളർന്നിട്ടുണ്ടെങ്കിൽ, യേശുവിന് വേണ്ടി ജീവിക്കാനോ മരിക്കാനോ ഒരു ജനത തയ്യാറായിട്ടുണ്ടെങ്കിൽ, ജീവന്റെ അവസാനത്തെ അംശവും ചാലിച്ച് തീരെഴുതി കൊടുക്കുന്ന വിധത്തിൽ ഒരു ജനത തങ്ങളുടെ ആത്മാംശത്തെ ഒരു നൈവേദ്യം പോലെ ബലിക്കലിലേക്ക് വലിച്ചെറിയാൻ സന്നദ്ധരായിട്ടുണ്ടെങ്കിൽ, അത് അവർ വചനത്തിൽ വെളിപ്പെട്ട വിശ്വാസത്തിൽ ആഴപ്പെട്ടത് കൊണ്ടാണ്. അതായത് അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവത്തെ കണ്ടതുകൊണ്ടല്ല, സംസാരിക്കുന്ന ഒരു ദൈവത്തെ കേട്ടതുകൊണ്ടാണ് അവരുടെ വിശ്വാസം വളരുന്നത്. പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ടാണ് തീച്ചൂളയുടെ നടുവിൽ അവർ ദൈവത്തെ തള്ളിപ്പറയാതെ നിൽക്കുന്നത്. അലറി വരുന്ന സിംഹങ്ങളുടെ നടുവിൽ അവർ ദൈവത്തെ തള്ളിപ്പറയാതെ നിൽക്കുന്നത്. കത്തിജ്വലിക്കുന്ന അഗ്നിച്ചൂളകളുടെ മുമ്പിൽ അവർ ദൈവത്തെ തള്ളിപ്പറയാതെ നിൽക്കുന്നത് അവർ ദൈവത്തെ കേട്ടതുകൊണ്ടാണ്. കേട്ടതുകൊണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. കേൾക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, കണ്ടത് മതി. ഒരു ജനത കാണാവുന്നതിൽ ഒരുപാട് കേരള ജനത കണ്ടിട്ടുണ്ട്. ഇനി അത് മതി. ഇനി നമ്മൾ എന്തിനാഗ്രഹിക്കണം? കേൾക്കണം, കേൾക്കണം. I need to listen to your voice and you talk to me personally. Talk to me.